അമ്മ ഇന്ന് ഓണായിട്ട് നമുക്ക് മാത്രം സദ്യ ഒന്നുമില്ല. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഓണക്കോട് എടുത്തിട്ട് മാത്രം എടുത്തില്ല. നമുക്ക് അച്ഛല്ലാത്തതല്ലേ, സാരല്ല. ഓണം കഴിക്കാൻ അമ്മയുടെ അടുത്ത് ഒന്നുമില്ല. തൊഴിലുറപ്പിന് പോയിട്ട് കുറച്ച് പൈസ അല്ലേ കിട്ടിയിട്ടുള്ളൂ. നമ്മളെ പേര കിടക്കണ ചേലുമൊക്കെ എന്താ ചെയ്യാ? ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. അമ്മയ്ക്ക് ഓണക്കോടിയൊന്നും വേണ്ട. നമ്മളെ വീട് പണിയെങ്കിലും എങ്ങനെയും തീർന്നു കിട്ടിയാൽ മതി. ഞാൻ വലുതായിട്ടല്ല ജോലി വാങ്ങിയിട്ട് ഞാൻ വന്ന് നോക്കിക്കോ. ചേച്ചിയെ ഓളോ ഇന്ന് ഓണൊക്കെയാണല്ല. കഴിഞ്ഞൊന്നും എനിക്ക് ഏതാനും ഓണസദ്യ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഓണത്തിന് ഇന്നത്തെ ഭക്ഷണം എനിക്ക് വേണം. നിങ്ങൾക്ക് രണ്ടാക്കും എന്താ സങ്കടം? ഓണസദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഓണക്കോടി എടുത്തിട്ടില്ല, ഞങ്ങൾ കയ്യിൽ കാശൊന്നുമില്ല. പാക കടത്തിലാണ്, പെരപ്പണി തന്നെ അങ്ങനെ കിടക്കല്ലേ, ദയനീയ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് എന്നോടൊരു കാര്യം പറയുകയാണെങ്കിൽ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളെ വീട്ടിലെത്തിച്ചേരൂലേ? ഒരു വാക്കിനോട് മുണ്ടിക്കണമെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നത്? ഏതായാലും ഈ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്കുള്ള രണ്ടാക്കുള്ള ഓണക്കോടിയിട്ട് ഞങ്ങോട്ട് വരുള്ളൂ. ഞാൻ പോട്ടെ. എടാ മോനെ, ഈ ഓണത്തിനുള്ള സാരിയും കുട്ടികൾക്കുള്ള ഡ്രസ്സും നിർത്താം. ഇന്ന് നമ്മൾ ചേച്ചിന്റെ പരിപാടിയുള്ള ഓണസദ്യ കഴിക്കാൻ പോയില്ലേ ജി? പോയിനി ചേച്ചിൻ്റെ അടുത്ത്. പക്ഷെ അവിടെ ചെന്നപ്പോ വളരെ ദയനീയാവസ്ഥയാണ്. ചേച്ചിക്ക് ഏതായാലും ഭർത്താവില്ലാത്തതല്ലേ. അവിടെ ചെന്നപ്പോ സ്വന്തം മോൾക്ക് വരെ ഇട്ടുകൊടുക്കാനുള്ള ഡ്രസ്സോ ചേച്ചിക്ക് ഇടാനുള്ള സാരിയോ ഒന്നുമില്ല. ഓണസദ്യ വരെ പോലും ഉണ്ടാക്കിയിട്ടില്ല. ദയനീയ അവസ്ഥയാണ് അവരുത്. ഏതായാലും എൻ്റെ കുട്ടിയൊക്കെ ഞാൻ ഏതായാലും വിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിന് ആ ചേച്ചിക്കും മോക്കും പുടവയും അതുപോലെ തന്നെ ചുരിദാറും ഈ പ്രാവശ്യം ഓണത്തിന് എൻ്റെ വക ആയിക്കോട്ടെ. എൻ്റെ വക ആ കുടുംബത്തിന് കൊടുക്കണം. ഈ പ്രാവശ്യത്തെ ഓണത്തിന് മറക്കരുത്. മോളൂസേ, അമ്മയുടെ ഇതാ ഓണത്തിനുള്ള എല്ലാ പച്ചക്കറിയും സാധനങ്ങളും. ഇത് നിങ്ങൾക്കുള്ള ഓണക്കോടി, ഇത് മോൾക്കുള്ള ഓണക്കോടി. ഇത് നിങ്ങളെടുത്ത് എത്തിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചതാണ്. ഞാൻ പോട്ടെ. ചോറുണ്ടിട്ട് പോവാ. ചോറ് ഞാൻ കഴിക്കണമില്ല. ഈ സദ്യ നിങ്ങൾ കഴിക്കും. അടുത്ത കൊല്ലം നിങ്ങൾ നല്ല നിലയിലെത്തിയിട്ട് ആ സദ്യ കഴിക്കാൻ നിങ്ങൾ എന്നെ വിളിക്കും. അന്ന് ഞാൻ വരും. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി, പോട്ടെ മോളോ, കാണാം. ദൈവം നമ്മളെ കൈവിടൂല, നമ്മളെ കൂടെ ദൈവം ഉണ്ട്.